തലസ്ഥാനത്തെ പ്രധാന വ്യാപാര കേന്ദ്രമായ ചാലക്കമ്പോളത്തെ ദുരന്തരഹിത മേഖലയാക്കണമെന്ന നിർദ്ദേശവുമായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ ബിജു പ്രഭാകർ. അപ്രതീക്ഷിതമായി അഗ്നിബാധയുണ്ടായാൽ അടിയന്തര സാഹചര്യത്തിന് പത്മതീർത്ഥക്കുളത്തിൽ നിന്ന് ഡെല്യൂജ് പമ്പിംഗ് സിസ്റ്റം ചാലക്കമ്പോളത്തിൽ ഏർപ്പെടുത്തുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ചാലയിലെ ഒരു വിഭാഗം വ്യാപാരികളെ എരുമക്കുഴിയിലേക്ക് മാറ്റി അസൗകര്യങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമവും വൈകുകയാണ്. തലസ്ഥാന നഗരത്തിന്റെ സുപ്രധാന വ്യാപാര കേന്ദ്രമായ ചാലക്കമ്പോളത്തിലെ വ്യാപാരികളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ബിജു പ്രഭാകർ സർക്കാരിനെ അറിയിച്ചത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ പത്മതീർത്ഥക്കുളത്തിൽ നിന്ന് ഡെല്യൂജ് പമ്പിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തി അപ്രതീക്ഷിത തീപിടുത്തത്തെ തടയാനുള്ള സുപ്രധാന നിർദ്ദേശമാണ് കളക്ടർ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഡെല്യൂജ് പമ്പിംഗ് നടപ്പായാൽ അഗ്നിശമന സേനയുടെ സഹായമില്ലാതെ ഞൊടിയിടയിൽ ചാലയിലെ വ്യാപാരികൾക്ക് സ്വന്തം നിലയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയും. താൽക്കാലികമായിട്ട് ഞങ്ങൾ ഗവൺമെൻറ് പ്രപ്പോസ് ചെയ്യുന്നത് പത്മതീർത്ഥക്കുളത്തിൽ നിന്നുള്ള ഒരു ഡെല്യൂജ് ഫയർ പമ്പിംഗ് സിസ്റ്റം കൊടുത്തൊരു ഫയർ ഹൈഡ്രൻ സിസ്റ്റം ഇതിൻ്റെ ലെങ്തിൽ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ തൽക്കാലത്തേക്കെങ്കിലും നമുക്ക് പിടിച്ചിട്ടാൻ പറ്റും. ദാറ്റ് വി വിൽ പ്രപ്പോസ് ടു ദ ഗവൺമെൻറ്. എഗെയിൻ ഗവൺമെൻറ് മാത്രം പോരാ, ചാലയിലെ വ്യാപാരികൾ സഹകരിച്ചാൽ മാത്രമേ ഈ സിസ്റ്റം എല്ലാം കൊണ്ടുവരുന്നത്. ഗവൺമെൻറ് മാത്രം ചെയ്യാന്നുള്ളതല്ല ഇതിനകത്തുള്ള റെസ്പോൺസിബിലിറ്റി. 15 വർഷം കൊണ്ട് ചാലക്കമ്പോളത്തിലെ വ്യാപാരികളെ നഗരത്തിലെ പല സ്ഥലങ്ങളിലായി പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയും വൈകുകയാണ്. റിട്ടയർഡ് എരുമക്കുഴിയിലുള്ള 5.5 ഏക്കർ സ്ഥലത്ത് താൽക്കാലികമായിട്ട് കടയൊരുക്കിക്കൊണ്ട് ഓരോ സൈഡിൽ നിന്ന് ഡിമോളിഷ് ചെയ്ത് പുതിയ കടക്കാരുടെ സൗകര്യത്തിനും. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എല്ലാവരും കൂടെ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യും. അതല്ലാതെ ഇതിനകത്തൊരു പരിഹാരമില്ല. ചാലക്കമ്പോളത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും പരിമിതമാണ്. തലനാരിഴയ്ക്കാണ് ഇത്തവണ ഒരു വൻ ദുരന്തം ഒഴിവായത്. ചാലക്കമ്പോളത്തിലുണ്ടാകുന്ന തീപിടുത്തം തലസ്ഥാന നഗരത്തെ ഞെട്ടിക്കുന്നത് ഇതാദ്യമല്ല. ചാലയിലുണ്ടാകുന്ന ഓരോ ദുരന്തവും അധികാരികൾക്ക് മുന്നിൽ ഓരോ ചോദ്യം അവശേഷിപ്പിക്കുന്നു. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളാണ് ഇനി ഉണ്ടാവേണ്ടത്. ചാലക്കമ്പോളത്തിൽ നിന്നും വി ആർ കാർത്തിക്, ടീം റിപ്പോർട്ടർ.